ലോക പ്രശസ്തമാണ് ഇസ്രയേലിന്റെ ചാര സംഘടനയായ മൊസാദ്. മാധ്യമ പ്രവർത്തകർ മുതൽ ഹോട്ടൽ തൊഴിലാളികൾ വരെയായി ഒട്ടുമിക്ക രാജ്യങ്ങളിലും മൊസാദിന്റെ ചാരന്മാരുണ്ട്. എങ്കിലും തങ്ങളുടെ ശത്രുപക്ഷത്തുള്ള രാജ്യങ്ങളിലാണ് ഇസ്രയേൽ തങ്ങളുടെ ചാരന്മാരെ കൂടുതലായി വിന്യസിച്ചിരിക്കുന്നത്. ഇറാൻ ഇസ്രയേൽ സംഘർഷത്തിന് താൽക്കാലിക വിരാമം ആയെങ്കിലും ഇറാനെതിരെ ഇസ്രയേലിന് വേണ്ടി പ്രവർത്തിച്ച ഒരു ചാര വനിതയുടെ പേര് വലിയ ചർച്ചാ വിഷയമാകുന്നുണ്ട്. മൊസാദ് ചാരന്മാർ തലങ്ങും വിലങ്ങും വിളയാടുന്ന രാജ്യമാണ് ഇറാൻ. ഇറാൻ ഇപ്പോൾ നേരിടുന്ന വല്ലാത്തൊരു ഭീഷണിയും ചാരവേലയാണ്. അത്തരക്കാരെ പിടികൂടാനുള്ള ശക്തമായ നീക്കങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും അതത്ര എളുപ്പമല്ലെന്ന് ഭരണകൂടത്തിനറിയാം. ചാരപ്രവൃത്തിയുമായി ബന്ധപ്പെട്ട് പിടിയിലായ 3 പേരെ അടുത്തിടെ ഇറാൻ തൂക്കിലേറ്റിയിരുന്നു. എന്നാൽ ഇറാന് അവരുടെ പ്രധാനപ്പെട്ടവരെ നഷ്ടമാകാൻ കാരണക്കാരിയായത് ഒരു മാധ്യമ പ്രവർത്തകയാണ്. ഫ്രഞ്ച് മാധ്യമപ്രവർത്തകയായ കാതറിൻ പെരേസ് ഷഖദമാണ് കക്ഷി. ഇറാന്റെ അതീവ രഹസ്യങ്ങൾ കൈമാറി ഇസ്രായേലിന്റെ ഓപ്പറേഷനുകൾ വിജയകരമാക്കാൻ സഹായിച്ചവരിൽ പ്രധാനി കാതറിനായിരുന്നു. ഫ്രാൻസിലെ ഒരു ജൂത കുടുംബത്തിലാണ് കാതറിന്റെ ജനനം. ലണ്ടൻ സർവകലാശാലയിലെ പഠനകാലത്ത് ഒരു മുസ്ലിമായ യമനി യുവാവുമായി അവൾ പ്രണയത്തിലായി. ഇസ്ലാമിലേക്ക് മതപരിവർത്തനം നടത്തി വിവാഹിതയായെങ്കിലും 2014 ഇരുവരും വേർപിരിഞ്ഞു. പിന്നീട് 2017 ഇറാനിലെത്തിയ കാതറിൻ റഷ്യൻ ടെലിവിഷൻ സ്റ്റേഷനിൽ ജോലി ചെയ്യുന്നതിനിടെയാണ് പ്രമുഖ ഇറാനിയൻ നേതാക്കളുമായി പരിചയത്തിലാകുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമനേയി, മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി, അമേരിക്ക വധിച്ച മുൻ ഖുദ്സ് ഫോഴ്സ് കമാൻഡർ സുലൈമാനി എന്നിവരൊക്കെയുമായി കാതറിൻ ചങ്ങാത്തത്തിലായി. പിന്നെ ഇബ്രാഹിം റൈസി വഴിയാണ് ഇറാനിലെ പല നേതാക്കളിലേക്കും ഉന്നത ഉദ്യോഗസ്ഥരിലേക്കും ആ സൗഹൃദം കാതറിൻ സ്ഥാപിക്കുന്നത്. പിന്നീട് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ഭാര്യമാരുമായി ചങ്ങാത്തം കൂടിയ കാതറിൻ അവരുടെയും വിശ്വാസം നേടി. വീടുകളിലെ നിത്യസന്ദർശകയായി. എന്തിന്, സുരക്ഷ കർശനമായ സ്ഥലങ്ങളിൽ വരെ അനായാസം കയറിക്കൂടി. ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്തതും ആകർഷകമായ വ്യക്തിത്വവും കാതറിന്റെ വിശ്വാസ്യത കൂട്ടി. ഓരോ സ്ഥലങ്ങളിലും എത്തിയപ്പോഴും അവർ അതീവ രഹസ്യമായി ഫോട്ടോ എടുക്കുകയും വിവരം നേരിട്ട് മൊസാദിന് കൈമാറുകയും ചെയ്തു. ഖമനേയിയുടെ വെബ്സൈറ്റായ khomeini.ir-ൽ ബ്ലോഗറാവുകയും ചെയ്തു. പിന്നീട് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സുമായി ഉണ്ടാക്കിയ ബന്ധമാണ് ഇറാന്റെ അതീവ രഹസ്യ വിവരങ്ങൾ ചോർത്താൻ കാതറിനെ സഹായിച്ചത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെയും ആണവ ശാസ്ത്രജ്ഞരെയും കമാൻഡർമാരെയും വകവരുത്താൻ കാതറിൻ നൽകിയ വിവരങ്ങൾ ഇസ്രായേലിനെ സഹായിച്ചത് ചെറുതായല്ല. ഇറാനുണ്ടായത് ഒരിക്കലും നികത്താനാകാത്ത നഷ്ടങ്ങളും. മാധ്യമ പ്രവർത്തകയായി ഇറാനിലെത്തി ഖമനേയിയുടെയും സുലൈമാനിയുടെയും സുഹൃത്തായി. സുപ്രധാന വിവരങ്ങൾ ചോർത്തി നൽകിയിട്ടും അതൊന്നും അറിയാൻ ഇറാന് സാധിക്കാതെ പോയി. കാതറിൻ തങ്ങൾ ഉദ്ദേശിക്കുന്ന ആളല്ലെന്ന് ഇറാൻ മനസ്സിലാക്കിയപ്പോഴേക്കും ജോലി പൂർത്തിയാക്കി അവർ രാജ്യം വിട്ടിരുന്നു.